നാം കേരളപ്പിറവി ദിനമായി ആചരിക്കുകയാണല്ലോ. കേരളത്തെക്കുറിച്ച് ഏതാനും ചില വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അർജുൻ ബി. ഞാൻ മൈലക്കാട് പഞ്ചായത്ത് UP സ്കൂളിൽ 5C പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപം കൊണ്ട ദിവസം 1956 നവംബർ 1 കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. കേരളത്തിൽ 14 ജില്ലകളാണ് ഉള്ളത്. കേരളത്തിലെ സംസ്ഥാന പക്ഷി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ദാ പോകുന്നു. ഏതാണ് ഈ പക്ഷി? മലമുഴക്കി വേഴാമ്പൽ. ഇംഗ്ലീഷിൽ ഹോൺബിൽ എന്ന പേരാണ് ഈ പക്ഷിക്ക് ഉള്ളത്. നല്ല പറന്നു പോകുന്നുണ്ടോ? നിങ്ങൾക്ക് സംസ്ഥാന മൃഗം ഏതാണെന്ന് അറിയാമോ? ആന. ഇതാണ് കേരളത്തിന്റെ സംസ്ഥാന മൃഗം. നല്ല വലിയ ആന. നിങ്ങൾക്ക് സംസ്ഥാന മത്സ്യം ഏതാണെന്ന് അറിയാമോ? കരിമീൻ. കരിമീൻ കണ്ടോ? കരിമീൻ മീനാണത്. കേരളത്തിലെ സംസ്ഥാന പാനീയം ഏതാണെന്നറിയാമോ? ഇളനീർ. കണ്ടോ ഇളനീർ എന്റെ കയ്യില്? സംസ്ഥാന പുഷ്പം കണിക്കൊന്നയാണ്. കണ്ടോ ഇവിടെ ഇഷ്ടംപോലെ കണിക്കുന്ന പൂക്കൾ ഇവിടെ നിൽക്കുന്നത്. സംസ്ഥാന വൃക്ഷം തെങ്ങാണ്. നിങ്ങൾ കണ്ടോ? നല്ല തെങ്ങ്. സംസ്ഥാന ഫലം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ചക്കയാണ് സംസ്ഥാന ഫലം. കണ്ടോ എന്റെ കയ്യില്? നല്ല ഭാരമുണ്ട് ചക്കയ്ക്ക്. ഇതാണ് ചക്ക. മുള്ളു പോലെ ഇരിക്കുന്നുണ്ട്. സംസ്ഥാന ശലഭം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബുദ്ധമയൂരിയാണ് സംസ്ഥാന ശലഭം. ദാണ്ട് ബുദ്ധമയൂരി വന്നതാണ്ട് പൂവിലോട്ടിരിക്കുകയാണ്. കണ്ടോ? തേൻ കുടിക്കാൻ ബുദ്ധമയൂരി വന്ന്. ബുദ്ധമയൂരിയെ കേരളത്തിന്റെ സംസ്ഥാന ശലഭമായി തിരഞ്ഞെടുത്തത് 2018 നവംബർ 12 കേരളത്തെക്കുറിച്ചുള്ള ഐതിഹ്യത്തിൽ പരശുരാമൻ തന്റെ ആയുധമായ പരശു അല്ലെങ്കിൽ മഴുകൊണ്ട് സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്ത പ്രദേശമാണ് കേരളക്കരയെന്ന് പറയുന്നു. ഇതാണ് ഐതിഹ്യം. പ്രാകൃതകാലം മുതലേയുള്ള നിരവധി മനുഷ്യ പ്രയാണങ്ങളുടെയും അവയിൽ നിന്നുരുത്തിരിഞ്ഞ അധിവാസ കേന്ദ്രങ്ങളുടെയും തുടർച്ചയുടെ ബാക്കിപത്രമാണ് ഇന്നത്തെ കേരളമെന്ന് ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു. കേരളം എന്ന പേര് ലഭിച്ചതിന് ഒട്ടനവധി കാരണങ്ങൾ പറയപ്പെടുന്നു. ബ്രിട്ടീഷുകാർ കേരളത്തിൽ സ്വാധീനം ഉറപ്പിച്ചതു മുതൽ കേരളം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3ആയി തിരിഞ്ഞുകിടക്കുകയായിരുന്നു. 1947 ഇന്ത്യ സ്വതന്ത്രയായ ശേഷം ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടു. ഇതേ തുടർന്ന് 1956 നവംബർ 1 മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് കേരളം എന്ന സംസ്ഥാനം രൂപവത്കരിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നവംബർ 1 കേരളപ്പിറവി ദിനമായി ആഘോഷിക്കപ്പെടുന്നു. വൈവിധ്യമേറിയ ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ് കേരളം. കളരിപ്പയറ്റ്. കഥകളി. ആയുർവേദം.
തെയ്യം. ഒപ്പന. മാർഗംകളി. അരുൾ ചെയ്തിരാചാരമേ മെങ്ങുമെന്നേനും ഓദിത്തെ ആരെന്നു മാതേന്തേനും മുതലാതേനും ഓദിത്തെ. ഇവയെല്ലാം കേരളത്തിൻ്റെ പെരുമ നിലനിർത്തുന്നവയാണ്. 44 നദികളാണ് കേരളത്തിലുള്ളത്. അവയിൽ 41 പടിഞ്ഞാറോട്ടൊഴുകുന്നു. കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികൾ കിഴക്കോട്ടൊഴുകി കാവേരിയിൽ ചേരുന്നു. കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജനങ്ങൾ ലോകപ്രശസ്തി ആർജിച്ചവയാണ്. ഇങ്ങനെ ഒട്ടനവധി പ്രകൃതിരമണീയ വസ്തുതകളാലും കലാരൂപങ്ങളാലും ഏറെ മനോഹരമാണ് എൻ്റെ കേരളം. കേരളത്തിലെ പല അനാചാരങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നതിൽ നവോത്ഥാന നായകന്മാർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അവരെ എല്ലാം ഈ വേളയിൽ നമുക്ക് അനുസ്മരിക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി കേരളപ്പിറവി ദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. Thanks for watching this video.